എല്ലാവർക്കും സുസ്ഥിര വികസനം എന്ന പ്രമേയത്തിന് ഉദാത്ത മാതൃകയാകുകയാണ് കേരളത്തിലെ സഹകരണ മേഖല. സംസ്ഥാന സഹകരണ സംഘങ്ങളുടെ വൈവിധ്യമാർന്ന 400-ൽ പരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും വിവിധ ജില്ലകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കുന്നുണ്ട് ഫുഡ് കോർട്ട്, സാംസ്കാരിക പരിപാടികൾ, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പോയിൽ പ്രോഡക്റ്റ് ലോഞ്ചിങ്, പുസ്തക പ്രദർശനം എന്നിവയ്ക്ക് പ്രത്യേകമായ വേദിയുണ്ട്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, വികസന പരിണാമങ്ങൾ, വിവിധ ജനകീയ പദ്ധതികൾ എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ, എപെക്സ് സഹകരണ സ്ഥാപനങ്ങൾ, പ്രമുഖ സഹകരണ ആശുപത്രികൾ, ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ, ഫങ്ഷണൽ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയും നമ്മുടെ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഈ ചടങ്ങിൽ എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർകളാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. അദ്ദേഹത്തിനെ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് വി.കെ. പ്രശാന്ത് അവർകൾ ബഹുമാനപ്പെട്ട എം.എൽ.എ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എയും പാക്സ് അസോസിയേഷന്റെ പ്രസിഡന്റുമായ ശ്രീ വി ജോയ് അവർകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഒ.എസ്. അംബിക ബഹുമാനപ്പെട്ട എം.എൽ.എയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി ശശി ബഹുമാനപ്പെട്ട എം.എൽ.എ അവർകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി സ്റ്റീഫൻ അവർകൾ ബഹുമാനപ്പെട്ട എം.എൽ.എ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി കെ ഹരീന്ദ്രൻ അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കോഴിക്കോട് എൻ കൃഷ്ണൻ നായർ ബഹുമാനപ്പെട്ട ചെയർമാൻ സംസ്ഥാന സഹകരണ യൂണിയൻ അവർകളെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരള ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഗോപി കൂട്ടുമുറിക്കൽ അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശരൺ MS INDA സഹകരണ ഓഡിറ്റ് ഡയറക്ടർ അവർകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ KP സതീഷ് ചന്ദ്രൻ വൈസ് ചെയർമാൻ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, ചെയർമാൻ കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അദ്ദേഹത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ആർ സനൽകുമാർ വൈസ് ചെയർമാൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി കെ ശശീന്ദ്രൻ വൈസ് ചെയർമാൻ കേരള സംസ്ഥാന സഹകരണ വികസനക്ഷേമ ബോർഡ് അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ശ്രീ S. യുവരാജ് അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡി സജിത് ബാബു IASനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹകാരികളെയും സംഘങ്ങളുടെ ഭാരവാഹികളും ജീവനക്കാരും നമ്മുടെ സഹകരണ വകുപ്പിൻ്റെ എല്ലാ ജീവനക്കാരും എന്നീ കാണാൻ എത്തിയിട്ടുള്ള പൊതുജനങ്ങളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ സഹകരണ എക്സ്പോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ V.N. വാസവൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. സമാധാനിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രമുഖ സഹകാരി കൂടിയായ ശ്രീ പിണറായി വിജയൻ, വേദിയിലെ ബഹുമാന്യരായ MLA-മാർ, MP, സഹകരണ യൂണിയൻ ചെയർമാൻ, മിൽമ ചെയർമാൻ, മറ്റ് വിവിധ ബോർഡുകളുടെ ചെയർമാൻമാർ, കേരള ബാങ്കിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരായ സഹകാരികളെ, സദസ്സിൻ്റെ ബഹുമാന്യരെ,
ഉദ്യോഗസ്ഥ പ്രമുഖരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹകരണ എക്സ്പോയുടെ 3ാമത് എഡിഷനാണ് തിരുവനന്തപുരത്ത് ഇന്ന് സമാരംഭിക്കുന്നത്. കഴിഞ്ഞ 2 എഡിഷനുകൾ കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. 400 ഉൽപ്പന്നങ്ങളായിരുന്നു അന്ന് കൊച്ചി പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേർന്നതെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലുമായി നടക്കുന്ന ഈ സഹകരണ എക്സ്പോയിൽ 70,000 സ്ക്വയർ ഫീറ്റ് സ്പേസും 270 സ്റ്റാളുകൾ 420 ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേരുമ്പോൾ 12 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സെമിനാറുകൾ നടക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹകരണ മേഖലയിലെ പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ ഒട്ടനവധി പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുകളിൽ പുതിയ ആശയ പ്രപഞ്ചങ്ങൾ തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ സെമിനാറിന്റെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഇന്ന് തന്നെ മിൽമയുടെ 2 പ്രോഡക്റ്റുകൾ രാവിലെ ലോഞ്ച് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതുപോലെ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയിലെ ലോഞ്ച് ചെയ്യുന്ന പരിപാടിയും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു. സഹകരണ മേഖലയുടെ വളർച്ചയും വികാസവും സമൂഹത്തെ ആകെ ബോധ്യപ്പെടുന്നതിനും ഒപ്പം ഇപ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് നമുക്ക് കയറ്റിയിരിക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമായിരിക്കും. ഏതാണ്ട് അമേരിക്കയിലേക്ക് 12 ഉൽപ്പന്നങ്ങൾ കൊച്ചിയിൽ ഈ അടുത്ത കാലത്ത് കയറ്റിയിരിക്കുന്നു. ഇതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ സഹകരണ മേഖലയുടെ വളർച്ച, അതിൻ്റെ ഉയർച്ച, അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള അവസരമെല്ലാം ഒരുക്കാൻ ഈ സഹകരണ എക്സ്പോയിലൂടെ കഴിയുന്ന സാഹചര്യം സംജാതമാകുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിനോടനുബന്ധിച്ച് ഫുഡ് കോർട്ടുകളും ഒപ്പം കലാപരിപാടികളും നമ്മുടെ സെമിനാറുകളും എല്ലാം ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. 30-ാം തീയതി വരെ നടക്കുന്ന ഈ മഹാമേള ഒരുമയുടെ പൂരം ഏറ്റവും വിജയകരമായി പര്യവസാനിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ എല്ലാ സഹകാരികളും മറ്റിതര സംഘടനകളുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുമെല്ലാം ആ ഒരുമയുടെ പൂരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ സമാരാധനായ മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സഹകരണ എക്സ്പോ 2025 ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് രൂപീകരണ ഘട്ടത്തിൽ 3000-ഓളം സഹകരണ സംഘങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഇന്നത് 23,000-ഓളമാണ്. നിക്ഷേപമാണെങ്കിൽ 2 ലക്ഷം കോടിയോളം രൂപയാണ്. അപ്പോൾ സഹകരണ മേഖലയിൽ എത്രമാത്രം വിശ്വാസമാണ് ജനങ്ങൾ അർപ്പിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇവിടെ ഈ എക്സ്പോ സന്ദർശിക്കുന്ന ഓരോ സഹകരണ സംഘവും അവർ പ്രവർത്തിക്കുന്ന മേഖലയുടെ സവിശേഷതകൾക്കനുസരിച്ച് ഉൽപാദന മേഖലയിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. അങ്ങനെ വന്നാൽ തൊഴിലവസരവും പുതിയ ഇടപെടലുമാണ്. നവകേരള സൃഷ്ടിയിൽ സജീവം കൊണ്ടുവയ്ക്കാൻ ഈ രീതിയിൽ സഹകരണ മേഖലയ്ക്ക് കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
56 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി സഹകരണ വകുപ്പ് സഹകരണ മാനുവൽ പ്രസിദ്ധീകരിക്കുന്നു. ആയതിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹകരണ വകുപ്പ് മന്ത്രിക്ക് നൽകി നിർവഹിക്കുന്നു. സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹകാരികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയമുള്ളവർ, തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്ന കോപ്പറേറ്റീവ് എക്സ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 260-ലധികം സ്റ്റാളുകളിലും 400-ലധികം വരുന്ന ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയുടെ വൈവിധ്യം വിളിച്ചോതുന്ന നിലയിൽ ഇവിടെ പ്രദർശിപ്പിക്കുകയും കാണാനും ഒക്കെ ഒരു അവസരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എക്സ്പോയുടെ മറ്റ് എഡിഷനുകളിൽ ഏറെ വൈവിധ്യവും തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ എക്സ്പോയ്ക്ക് എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയുടെ ജീവവായുവായി നിൽക്കുന്ന മേഖലകളിൽ നിരന്തരമായ നവീകരണത്തിന് വിധേയമാക്കപ്പെടുന്നു, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു, അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കൂടുതൽ നവീനമായ വൈവിധ്യങ്ങളുടെ സാധ്യതകൾ തേടുന്നു എന്നതാണ് നമ്മുടെ സഹകരണ മേഖലയുടെ ഏറ്റവും കാതലായ ഗുണം. ആ ഗുണത്തിന് കൂടുതൽ രാസഫലകമായി മാറാൻ, കൂടുതൽ ശക്തി പകരാൻ തീർച്ചയായും സഹകരണ എക്സ്പോയ്ക്ക് സാധിക്കും. സഹകരണ എക്സ്പോയ്ക്ക് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും കൊണ്ടുകൊണ്ട് ഞാൻ പ്രോത്സാഹിക്കും. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, സഹകാരി സുഹൃത്തുക്കളെ, ജീവനക്കാരെ, മറ്റു പ്രിയമുള്ളവരെ, ദീർഘമായൊരു പ്രസംഗത്തിന് ഒട്ടും പ്രസക്തിയില്ല എന്നെനിക്കറിയാം. സഹകരണ മേഖല ഇന്നൊരു അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഡയറക്ടർ ബോർഡും മാനേജ്മെന്റും ജീവനക്കാരും ഒരുമിച്ച് നിന്നുള്ള ഒരു വലിയ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ മേഖലയ്ക്ക് അനിവാര്യമായിട്ടുള്ളത്. നമ്മുടെ 3rd എഡിഷൻ എക്സ്പോ ഇന്ന് ഇന്ത്യക്കാകെ അഭിമാനകരമായ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സഹകരണ രംഗത്തെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പോകാനിടയായി. സംബന്ധിച്ച്, ഇതുപോലുള്ള എക്സ്പോയെ സംബന്ധിച്ച്, നമ്മുടെ വിവിധ തരത്തിലുള്ള നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മുടെ സ്ലൈഡ് ആ സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. വല്ലാതെ ഒരു അത്ഭുതം കൂടിയാണ് അവരിതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത്യാവശ്യം കാർഷിക ആവശ്യങ്ങൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുക, തിരിച്ച് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് അവിടങ്ങളിലെല്ലാം ഉള്ളത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റുന്ന തരത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ഇപ്പോൾ വന്ന ഭേദഗതികളോടുകൂടി അതിനെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ഒരല്പം കൈവിട്ടു പോയാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അത് അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ എക്സ്പോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിർത്തുന്നു. അഭിനന്ദനങ്ങൾ. പരിപാടികൾക്കും പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമായി നടക്കുന്ന സെമിനാറുകൾക്കുമുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. SU രാജി, ചെയർമാൻ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അവരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്ങളെ, സുഹൃത്തുക്കളെ, സഹകാരികളെ, സഹകരണ എക്സ്പോ 2025 വളരെ ഭംഗിയായി നടന്നു വരികയാണ്. കലാകുന്നിൽ ഈ എക്സ്പോയുടെ വിജയം കേരളത്തിലെ സമസ്ത മേഖലകളിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
നന്ദി പറയുന്നു. നന്ദി.